ഉപ്പച്ചിക്ക് സർപ്രൈസ് കൊടുക്കുക. സർപ്രൈസ് കൊടുക്കുക. കുറേ കാലമായിട്ട് കല്ലുമ്മക്കായക്ക് ആഗ്രഹം പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കണ്ടെടുത്ത് കൊടുക്കണം. മാങ്ങാച്ചാറ് ചൂടാറിയിട്ട് ആക്കാനാണ്. നമുക്കിവിടെ വെയിലത്ത് ടെറസിൻ്റെ മുകളിൽ വെക്കട്ടെ. ഇവിടെ ഇത് മാങ്ങ ഒക്കെ എടുത്തോണ്ടാവുന്നുണ്ട് കേട്ടാ. ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷംലി സാം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഗൾഫ് പോക്ക് വീഡിയോ ആയിട്ടാട്ടോ. അതിൻ്റെ ഒരുക്കങ്ങളും പാക്കിങ്ങും ഒക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 പേർക്കാണ് മെയിനായിട്ട് അയക്കാനുള്ളത്. 2 അല്ല കേട്ടോ, 3 ആളുണ്ട്. 2 പാക്ക് ചെയ്യാനുള്ളത്. ഒന്ന് സാമുക്കാക്കും പിന്നെ അളിയനിക്കും താത്താക്കും. അവരിതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മാങ്ങയിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. ഇപ്പോൾ മാങ്ങേൻ്റെ ഭയങ്കര സീസണല്ലേ. അപ്പോൾ അമ്മ പല ഐറ്റം മാങ്ങകളൊക്കെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാ മാങ്ങാ സീസൺ ആയി കഴിഞ്ഞാലും ഇങ്ങനെ വെക്കും. ഏകദേശം ഒരു കൊല്ലത്തോളൊക്കെ ഇരിക്കും കേട്ടോ. ബാക്കിയൊക്കെ നമ്മൾ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. അപ്പോൾ ഇന്ന് ഗൾഫ് പോകുന്നത് നമ്മുടെ തനുവാണ്. തനുവിനെ അറിയണ്ട, എൻ്റെ താത്താൻ്റെ മകളാണ്. ഏതായാലും സ്കൂളിലെ വെക്കേഷനൊക്കെ അല്ലേ. അപ്പോൾ അവൾ പോകുമ്പോൾ ഞാൻ വിചാരിച്ചു അവരെന്തായാലും സാമുഖാൻ്റെ അടുത്തൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാമുഖാക്ക് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തയക്കാന്ന്. ഇതിങ്ങനെ കഴിക്കരുത് കേട്ടോ. ഇത് കഴിക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാം, ഒന്നെങ്കിൽ നല്ല തേങ്ങ അരച്ച മീൻകറി ഉണ്ടല്ലോ, അതിൽ നല്ല കൈ കൊണ്ട് ചാലിച്ച് ചീനമുളകൊക്കെ ഇട്ടിട്ട് ചാലിച്ചും കൊണ്ട് കഴിക്കണം. അല്ലെങ്കിൽ ബീഫ് കറി ഉണ്ടല്ലോ, ബീഫ് കറീൻ്റെ അതിൻ്റെ ബീഫിൻ്റെ ഗ്രേവിയിൽ ചീനമുളകും പിന്നെ ഇതിൻ്റെ പീസുകളൊക്കെ ഇട്ടുകൊണ്ട് നല്ല കൈ കൊണ്ട് തന്നെ ചാലിക്കണം. അങ്ങനെ കഴിക്കണം. ശരി. ഉപ്പുമാങ്ങ മാത്രമല്ല കേട്ടോ, മാങ്ങ കൊണ്ട് അച്ചാറും ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ വാണിയന്നൂരത്തെ മാങ്ങ കേട്ടോ, നല്ല പുളിയുള്ള മാങ്ങ കൊണ്ടുള്ള അച്ചാറും പിന്നെ ഉമ്മേൻ്റെ സ്പെഷ്യൽ നാരങ്ങ അച്ചാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എൻ്റെ ഉമ്മ അതുപോലെ തന്നെ വല്യമ്മൊക്കെ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ അതും 2 പേർക്ക് 2 പാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ഫിഷ് ഐറ്റംസ്, ചെമ്മീൻ, മാന്തൾ, കല്ലുമ്മക്കായൊക്കെ ഉണ്ട് കേട്ടോ. ചെമ്മീൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് വലിയ ചെമ്മീൻ. പിന്നെ ചെറിയ ചെമ്മീനുണ്ട്, അത് താനിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. താനി എന്ന് പറയുമ്പോൾ എൻ്റെ താത്താൻ്റെ മകനാണ്, അവനക്ക് ചെറിയ ചെമ്മീനാണ് ഇഷ്ടം. സാമുക്കാക്ക് വലിയ ചെമ്മീനോട് ഭയങ്കര ഭ്രാന്താണ്. അതുപോലെ തന്നെ കല്ലുമ്മക്കായ. അപ്പോൾ കല്ലുമ്മക്കായ ഉള്ള കാര്യം ഞാൻ മിണ്ടിയിട്ടേ ഇല്ല കേട്ടോ. പിന്നെ എന്തൊക്കെയാണെന്നൊന്നും ഞാൻ വല്ലാണ്ട് പറഞ്ഞിട്ടൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ കൊടുത്തയക്കാമെന്ന് പറഞ്ഞതാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ സർപ്രൈസ് ആയിട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കൊടുത്തയക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കൊടുത്തയക്കാൻ കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്, ഇങ്ങനെ കുക്ക് ചെയ്യുന്നതൊക്കെ ആൾ തന്നെയാണ് ഇപ്പോൾ റൂമിൽ. അപ്പോൾ സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പറയും, ചില നേരങ്ങളിലൊക്കെ ആരെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് തന്നിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നുന്നു. മറ്റുള്ളവർ ഭക്ഷണം ഉണ്ടാക്കി തന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ എപ്പോഴും തോന്നും, ആരെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തയക്കാമെന്നൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം, എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയിട്ട് തന്നെ കുറച്ച് ഐറ്റംസ് കൊടുത്തയക്കണം. എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ ബീഫ് ഉണ്ടാക്കാൻ എൻ്റെ ഉമ്മയാണ് ബെസ്റ്റ്. കുറേ കാലമായിട്ട് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരല്ല അവർ. പിന്നെ നല്ല ഡ്രൈ ആയിട്ട് നല്ല കറുപ്പ് കളറിലുണ്ടല്ലോ, പണ്ടൊക്കെ ഗൾഫുകാർക്കൊക്കെ കൊടുത്തയച്ചിരുന്ന ആ ഒരു ഐറ്റം ഇപ്പോഴും ഉണ്ടാവും. ആ ഒരു രീതിയിൽ നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ഉമ്മ എപ്പോഴും അങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഗൾഫിൽ കൊടുത്തയക്കാൻ. അപ്പോൾ ഉമ്മ തന്നെ ഉണ്ടാക്കിക്കോട്ടെ ബീഫ് എന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ, ലെഗോൺ ചിക്കന്, അതും കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തയച്ചപ്പോൾ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഉമ്മ ഉണ്ടാക്കുന്നത്. പക്ഷേ ഫിഷൊക്കെ ഞാനാട്ടോ ഉണ്ടാക്കുന്നത്, കല്ലുമ്മക്കായ, ചെമ്മീൻ, മാന്തളൊക്കെ. അപ്പോൾ എനിക്കൊരാഗ്രഹം, എൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കിയത് ആളെ കഴിപ്പിക്കണം എന്നൊരാഗ്രഹത്തിന് പുറത്താണ് ഞാൻ ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി കല്ലുമ്മക്കായ ഇട്ടിങ്ങനെ കേട്ടോ. പക്ഷെ അത് ആക്കി വന്നാൽ എത്ര ഉണ്ടാവും പറയാൻ പറ്റില്ല. ശരി, വലിയ വലിപ്പമൊന്നുമില്ല, അത് മീഡിയം സൈസ്. അതൊക്കെ സൈസ് ഉണ്ടല്ലേ. നമുക്കൊരു പരന്നിടട്ടെ. അല്ല ഇതെന്താ, വാപ്പച്ചിന്റെ ഫേവറേറ്റ് ആണ്. അപ്പച്ചിക്ക് സർപ്രൈസ് കൊടുക്കുക. സർപ്രൈസ് കൊടുക്കുക.
കുറേ കാലമായിട്ട് കല്ലുമ്മക്കായക്ക് ആഗ്രഹം പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഒറ്റ തവണ ആരെങ്കിലും പോകുമ്പോൾ കൊടുത്തയക്കാൻ നോക്കുമ്പോഴും കിട്ടാറില്ല. ഇപ്രാവശ്യം ഞാൻ സർപ്രൈസായിട്ട് കൊടുത്തയക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആളിന്ന് പോയിട്ട് ലുലുവിൽ പോയിട്ടാന്ന് തോന്നുന്നു ഫ്രോസൺ വാങ്ങിയിരിക്കണം. അപ്പോൾ എൻ്റെ ത്രില്ലാണ്ട് പോയി കൊടുത്തയക്കാനുള്ള. സാരില്ല, ഇതാവുമ്പോൾ ഫ്രഷ് സാധനം. അതെന്ന് പറഞ്ഞാൽ ഫ്രോസൺ അല്ലേ, ഇത്രയും ടേസ്റ്റ് ഒന്നും എന്തായാലും ഉണ്ടാവില്ല. കുഴപ്പമില്ല, അത്യാവശ്യം സൈസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഈ സംഭവം ഉണ്ടല്ലോ, ഒരു കാഷ്ട ഉണ്ടാവും, പിന്നെ ഒരു തരം ഇങ്ങനെ ചകിരി പോലെ ഒരു സംഭവം ഉണ്ടാവും. അതും കളയണം, ഇതും കളയണം. ഉണ്ടോ, ഇങ്ങനെ കണ്ടെടുത്ത് കൊടുക്കണം. പക്ഷെ ഇത്രയും ഉണ്ട്. ഇതിനി നന്നാക്കി വന്നാൽ എത്ര ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. കാരണം പൂതിക്കുണ്ടാവും. 2 കിലോ വാങ്ങിച്ചിട്ടുള്ളത്, ഉണ്ടാക്കി വരുമ്പോൾ 1 കിലോ പോലും ഉണ്ടാവില്ല. നാട്ടിൽ നിന്ന് ഗൾഫിലോട്ട് ഫുഡ് ഐറ്റംസ് ഒക്കെ കൊടുത്തയക്കുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യമാണ് ഗൾഫിൽ കിട്ടാത്ത സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഗൾഫിലെല്ലാം കിട്ടും, എന്നാൽ പോലും നമ്മൾ ഇവിടെ നിന്ന് അവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമുക്കും എന്തായാലും അവിടെ ഇരിക്കുമ്പോൾ ഉമ്മേൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ഫുഡ്, ഭാര്യേൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ഫുഡൊക്കെ കഴിക്കാൻ ആഗ്രഹമില്ലാണ്ടിരിക്കുന്നില്ല. പിന്നെ എപ്പോഴും എൻ്റെ അടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ബീഫിനൊന്നും നാട്ടിലത്തെ ടേസ്റ്റ് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ കല്ലുമ്മക്കായ വാങ്ങിച്ചതായാലും ശരി, എല്ലാത്തിനും എന്തോ നാട്ടിലത്തെ ആ ഒരു ഇത് കിട്ടുന്നില്ല എന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അവർക്കൊരാഗ്രഹമാവില്ലേ, നമുക്കെല്ലാം വേണ്ടിയിട്ട്, കുടുംബത്തിനെല്ലാം വേണ്ടിയിട്ട് പ്രവാസ ലോകം തിരഞ്ഞെടുത്തവരാണ് നമ്മുടെ ഉപ്പമാരും ഹസ്ബൻഡൊക്കെ ആയാലും നമ്മുടെ കുടുംബത്തിലെ പ്രവാസികൾ. അപ്പോൾ അവരെ ചെറിയ ചെറിയ സന്തോഷങ്ങളെന്നൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടുന്ന് എല്ലാം കെട്ടി വലിച്ചുണ്ടാക്കിയിട്ട് അങ്ങോട്ട് കൊടുത്തയക്കുന്നത്, അല്ലാണ്ട് അവിടെ കിട്ടാഞ്ഞിട്ടൊന്നും അല്ല. പിന്നെ അവർക്ക് അവിടെ കിട്ടിയിട്ട് ഇത് കിട്ടിയിട്ടോ, ഞാൻ ഉണ്ടാക്കി കഴിച്ചു, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്കും അതൊരു ഭയങ്കര സന്തോഷം. അപ്പോൾ അത് കേൾക്കാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ഞാൻ ഇത് ഓരോന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ അതൊന്നും പറയാൻ ഒട്ടും മടിയില്ലാത്ത ആളായതുകൊണ്ടും നമുക്ക് അയച്ചു കൊടുക്കാൻ ഭയങ്കര സന്തോഷമാണ്. എന്തുണ്ടാക്കി കൊടുക്കാൻ ഇഷ്ടമായിരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്നവരാകുമ്പോൾ. ഇനിയിപ്പോൾ എന്തെങ്കിലും നന്നായിട്ടില്ല എന്നുണ്ടെങ്കിലും അതും നല്ലപോലെ പറയുമെന്ന് വെച്ചിട്ട് നമ്മൾ കളിയാക്കൊന്നുമില്ല. മാത്രമല്ല നല്ലതാണ് എന്നുണ്ടെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യും, ഇത് അടിപൊളിയായിട്ടുണ്ടെന്ന്. അങ്ങനെ പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാക്കി കൊടുക്കാൻ തോന്നും അല്ലേ. എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു ത്രില്ല് എന്താ പറയുക, കയ്യിൽ കിട്ടുന്നതും അത് കാണുന്നതും. ഞാൻ ഏതൊക്കെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല ഫുള്ളായിട്ട്. അപ്പോൾ അത് കിട്ടുമ്പോഴുള്ള ആ ഒരു എന്തായിരിക്കും എന്നുള്ള ഒരു ത്രില്ലില്ലേ, അതാണ് വെള്ളം. നീ ബാക്കി ഉണ്ടാക്കിയിട്ട് വേണം കേട്ടോ, എന്നിട്ട് ബാക്കി പരിപാടി നോക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഫുഡ് പോപ്പിൻ്റെ വീട്ടിൽ നിന്നാണ്. പോപ്പിൻ്റെ അല്ല, എളാപ്പാൻ്റെയാണ്. എന്ത് മുണ്ട് അപ്പോൾ പോപ്പിൻ്റെ വീട് എന്നുമാണ് എപ്പോഴും പറയല്. അത് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ എളാപ്പാൻ്റെയും പോപ്പിൻ്റെയും വീട്. അപ്പം ഇന്ന് എളാപ്പ നല്ല അടിപൊളി ചിക്കനാണോ ചിക്കൻ ബിരിയാണി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചതാണ്. ഇവിടെ ബിരിയാണി വെക്കുമ്പോഴും മന്തി ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മളവിടെ നിന്നോട്ട് വിളിക്കും, ക്ഷണം ഉണ്ടാവും. അപ്പോൾ ഇന്ന് ബിരിയാണി വെച്ചപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ട്. അല്ല, എളാപ്പാൻ്റെ ബിരിയാണി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. സാധാരണ പോപ്പിൻ്റെ ബിരിയാണി മന്തിയൊക്കെ അല്ലേ കഴിക്കാറുള്ളത്. ഇനി ആൾക്കാർ വരാനുണ്ട്. സിയ നമസ്കാരം കഴിഞ്ഞാൽ നമസ്കാരം വലിയപ്പണ്ട് കേട്ടോ. അന്നിവിടെ കഴിഞ്ഞ ഒരു ആഴ്ചത്തോളം നമ്മളെ വീട്ടിലായിരുന്നു. ഇപ്പോൾ ദാ ഇവിടെ എളാപ്പാൻ്റെ വീട്ടിലാണ്. സിയ ഉണ്ട്, സ്പെഷ്യൽ ഗസ്റ്റ് സിയ, എൻ്റെ ഫെല്ലക്കുട്ടീൻ്റെ പ്രിയപ്പെട്ട സിയ. പോപ്പി എവിടെ? വരൂ, എൻ്റെ കുട്ടി ഇപ്പോൾ ഉണരും. കുറേ നേരമായി ഉറങ്ങിയിട്ട് മഴയേക്ക് കഴിക്കണം. നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. നോക്കാം ടേസ്റ്റ് എങ്ങനെയാന്ന്. ഇന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്യാം, ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. ഓക്കെ, ഷുവർ. ഒരു കുക്കാണ്, ഇനിയൊന്നും ഉണ്ടാക്കാൻ ബാക്കിയില്ല. ലഗോൺ ചിക്കൻ അല്ലേ? ലഗോൺ ചിക്കൻ നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയും കേട്ടോ. മസാല ഒക്കെ നല്ല സ്മെല്ലും, ഉമ്മച്ചിൻ്റെ ബിരിയാണീൻ്റെ സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. സ്പെഷ്യൽ ചിക്കനൊക്കെ ഉണ്ട് കേട്ടോ.
സിയ വായ ഉമ്മ വരെ. കോഴിക്കാല് ഒരാൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അയാള് ആ അഭിപ്രായം കേൾക്കാൻ ഒരു പ്രത്യേക താല്പര്യമായിരിക്കും. എങ്ങനെയുണ്ട് സിയ? രസമുണ്ടല്ലോ. ഉമ്മാക്ക് എങ്ങനെ എന്താ തോന്നി മകന്റെ? കഴിഞ്ഞിട്ട് എടുത്താ മതിയില്ലേ, നിങ്ങൾ കഴിച്ചോളി. എന്തായാലും കഴിക്കട്ടെ, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. കൊള്ളാം. സൂപ്പറായിക്കണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ സ്പെഷ്യൽ ഗ്രീൻ മസാല ഒക്കെ ഇട്ടിട്ടുള്ള ഫ്രൈ ആണ് കേട്ടോ, ചിക്കൻ ഫ്രൈ. ഇതുണ്ട്. ഫെല്ലക്കുട്ടീൻ്റെ ഫ്രണ്ട് വന്നിക്കണ. ഫെല്ല ആരാ വന്നിക്കണേ? ആമിയാണ്. എന്നിട്ട് എന്താ ഈ കളിക്കണത് രണ്ടാളും കൂടെ? കിച്ചിട്ടാ? എന്താണ് ആമിയ? എന്താണ്? ചായ ഉണ്ടാക്കാം. ആമിക്ക് ചായ ഉണ്ടാക്കി കൊടുക്ക്. ആമി വിരുന്ന് വന്നതല്ലേ. ചായ ഓക്കെ, താങ്ക് യു. ആമിക്ക് കൊടുക്ക്. ആമിയല്ലേ ഗസ്റ്റ്, ആമിക്ക് കൊടുക്ക്. ജ്യൂസിന്റെ ഇതെന്നാണ് ചായ എടുക്കണേ. ജ്യൂസല്ലേ? കുടിച്ചോന്ന് പറഞ്ഞാളെ. ടേസ്റ്റ് ഉണ്ടോന്ന് വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാമിയ? എന്ത് ജ്യൂസാണ്? മാംഗോ ആണോ ആപ്പിൾ ആണോ? പിന്നെ ആപ്പിൾ ഇല്ല കേട്ടോ അമ്മിയ, ആപ്പിൾ ഇല്ല കേട്ടാ. പിന്നെ ഏതാ ഉള്ളത്? മാംഗോ ആണ് കേട്ടാ. ഓക്കെ, ഇപ്പൊ മാംഗോന്റെ സീസൺ അല്ലേ അല്ലേ? ഗ്യാസ് കുറ്റിയാ? ആമിക്ക് ഫുഡൊന്നും ഉണ്ടാക്കാൻ അറിയില്ല ആമിയെ? എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കും? അങ്ങോട്ടൊക്കെ ആമി കൊറേ സാധനങ്ങൾ ഉണ്ടാക്കുവല്ല. എന്തൊക്കെ ഉണ്ടാക്കും ചോദിച്ചു നോക്ക്. ജ്യൂസ് ഉണ്ടാക്കും ആമിയെ? അവള് പാത്രം കഴുകിക്കും. ഫുഡ് ഫെല്ല ഉണ്ടാക്കൂട്ടാ. നൂഡിൽസാ? നൂഡിൽസ് ഉണ്ടാക്കൂട്ടാ ഫെല്ല. ഓക്കെ, ആ വെള്ളം എടുക്കും. ആമി വെള്ളം എടുക്കൂട്ടാ. ഫെല്ല എന്ത് ചെയ്യൂ? മാംഗോ അടിക്കൂട്ടാ. അവള് ആപ്പിൾ ആട്ടോ അടിക്കുക ആമി. അപ്പൊ സ്ട്രോബെറി ആരടിക്കും? സ്ട്രോബെറി അടിക്കും. പുഡിങ് ഉണ്ടാക്കുവോ? മാണ്ട മാണ്ടാന്നല്ല, വേണ്ടാന്ന് പറയേ. അതിമ ഒഴിക്കുവോ? അന്ന് ഒഴിക്കുക. ചോറയിക്കണോന്ന്? ഇത് ഫെല്ലന്റെ ആരാ? ഫ്രണ്ടാ? ഫ്രണ്ടിന്റെ പേരെന്താ? അത് ഫെല്ലന്റെ പേരല്ല ഫെല്ല. ഇതാരാ? ആമിന്റെ ഫുൾ നെയിം എന്താ ചോദിച്ചു നോക്കിയ. ഫുൾ നെയിം എന്താ? അമാൽ മറിയം ഹാരിസ്. ചെണ്ട പൊട്ടിയാ? എന്തൊക്കെയാ ഉള്ളത്? ജാക്കി പാണ്ട. പിന്നെ ബാലു ഉണ്ട്. ബാലു ആണ് കേട്ടത് ആമിയെ, അത് ബാലു ആട്ടാ. പിന്നെ ഇത് ലിയോ. മനാനുണ്ട് കേട്ടോ, മനാന. നമ്മുടെ കുഞ്ഞുവാവയും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. കുറേ പേര് വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ കുഞ്ഞിനെ എത്രയായി, എന്ത് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ വീഡിയോസിലൊന്നും അങ്ങനെ അധികം പറയാറില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. പിന്നെ ഫെല്ല ബേബീൻ്റെയും കുഞ്ഞുവാവേൻ്റെ വിശേഷങ്ങൾ എല്ലാ വീഡിയോയിലും കുറച്ച് ആഡ് ചെയ്യാമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിനിടയ്ക്ക് ഇതൊക്കെ ചേർത്തത്. കുഞ്ഞിനിപ്പോൾ 5 മാസം ആവാറായി കേട്ടോ. കമിഴ്ന്ന് തുടങ്ങിയിട്ടില്ല,
കമഴ്ന്ന് കിടക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഇതാ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേട്ടില്ലേ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട്? അതില്ലാണ്ട് വോയിസ് ചെയ്യാൻ വഴിയില്ല, അതുകൊണ്ട് അത് കാര്യമാക്കണ്ട, നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട കേട്ടോ. കുറേ ആയിട്ട് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമായിരുന്നു കേട്ടോ ഞാവൽപ്പഴം. കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് പേരെടുത്ത് ചോദിച്ചിട്ട് ലാസ്റ്റ് ഉപ്പാൻ്റെ കടയിലുള്ള ഒരു കുട്ടിയാണ് ഇത് കൊണ്ടുവന്ന് തന്നിട്ടുള്ളത്. നമ്മുടെ അടുത്ത് തന്നെയാണ് കൂട്ടായി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. അവിടെ നന്നായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവർ തന്നെ മരത്തിൽ കയറി പറിച്ചതും താഴ്ന്ന് പെറുക്കിയെടുത്തതും ഒക്കെ കൂടെ ഉള്ളതാണ്. അതിൽ നല്ലത് നോക്കിയിട്ട് വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതുപോലെ തന്നെ ഞാനൊരു 3-4 വർഷം മുമ്പ് ഗൾഫിൽ പോകുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാമുക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാവൽപ്പഴം എന്ന്. അന്ന് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കിട്ടിയത്. പക്ഷെ ഒന്നുകൂടെ കഴിക്കാൻ ടേസ്റ്റ് ഇതാണ് കേട്ടോ. പക്ഷെ നന്നായിട്ട് മണ്ണൊക്കെ ഉണ്ടാവും, അതൊക്കെ കളഞ്ഞ് ഉപ്പൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് അവർക്ക് വേണ്ടിയിട്ട് നല്ലത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് 2 പാക്കറ്റായിട്ട്. എന്നിട്ട് ബാക്കിയുള്ളത് ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ഉപ്പിട്ടിട്ട് വെയിലത്ത് കൊണ്ടുവെക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് എടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഉള്ളു കൊണ്ടൊക്കെയാണ് നമ്മൾ പിയ വീഴും. വെച്ച് കൊണ്ടുവച്ചും കണ്ടു വരാം. വീഴും പൊന്നോ, വീഴുള്ളൂ. ഞാൻ കൈ പിടിച്ചോളാം, അവിടെ നിൽക്ക്. നമുക്കിവിടെ വെയിലത്ത് ടെറസിൻ്റെ മുകളിൽ വെക്കട്ടോ. അത്യാവശ്യം വെയിലുണ്ട് ഇവിടെ. ഇവിടെ പൂച്ചൊന്നും വരില്ലല്ലോ. വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ കുക്കിങ്ങും പാക്കിങ്ങും കവറിങ്ങൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഇനി പെട്ടി കെട്ടലാണ്. അപ്പോൾ ഈ കണ്ട ഇറച്ചി, മീൻ, അച്ചാറ് മാത്രമല്ല കേട്ടോ, അതിന് പുറമെ മാങ്ങ, ചക്ക, തേങ്ങ എല്ലാം ഉണ്ട്. അളിയനക്ക് താത്താക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കൊടുത്തയക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പച്ചമാങ്ങയും പഴുത്ത മാങ്ങയും ഒക്കെ കൊടുത്തയക്കുന്നുണ്ട്. പിന്നെ എൻ്റെ എളാപ്പയാണ് ഇതാ ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് പെട്ടി കെട്ടാനൊക്കെ വേണ്ടി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അനിയത്തി അവിടെ ഇരുന്നിട്ട് പേരൊക്കെ എഴുതുന്നുണ്ട്. അതിനിടയ്ക്ക് ഫെല്ലക്കുട്ടി ബാക്കി വന്ന മാങ്ങയൊക്കെ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. കുറേ സാധനങ്ങളൊക്കെ ബാക്കി വെക്കാൻ പറ്റാതെ ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. വെയിറ്റ് കൂടിപ്പോയപ്പോൾ ഒരുപാട് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ആദ്യം ചക്ക മൊത്തത്തിൽ വെച്ച് നോക്കി, എന്നിട്ട് പിന്നെ പകുതിയാക്കി നോക്കി, എന്നിട്ടും വെയിറ്റ് കൂടിയപ്പോൾ പിന്നെയും പകുതിയാക്കി നോക്കി. അങ്ങനെ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രാത്രി 12 മണിക്കാട്ടോ ഇറങ്ങുന്നത്. ഞാനും കുട്ടികളൊക്കെ പോകണമെന്ന് വിചാരിച്ചത് തന്നെ ആയിരുന്നു. പക്ഷേ 2 പേർക്കും സുഖം ഉണ്ടായിരുന്നില്ല. മൂക്കടപ്പ്, ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പോകണ്ടെന്ന് വെച്ചതാണ്. പിന്നെ അത് മാത്രമല്ല, തനു എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫെല്ലക്ക്. അപ്പോൾ അവൾ ഇറങ്ങുമ്പോൾ എന്തായാലും ഫെല്ല ബേബി കരയുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ കൂടെ പോകാമെന്ന് വിചാരിച്ചത് തന്നെ ആയിരുന്നു. പക്ഷേ ആ സമയപ്പോൾ അവൾ ഉറങ്ങി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ പോകണ്ടെന്ന് വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ല, എയർപോർട്ടിൽ നിന്നായാലും ഇനി അവൾ കയറിപ്പോകുന്ന കണ്ടാൽ എന്തായാലും ബഹളമായിരിക്കും. അത്രക്കുമാണ് അവിടെ എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം തനുവിനെയും സിയനെയാണ് കേട്ടോ. അവരാണ് അവളെ കൂടുതൽ നോക്കുന്നതും. അപ്പോൾ അങ്ങനൊരു സീൻ ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ഞാനതൊന്ന് മുടങ്ങിയതാണ്. എനിക്കങ്ങനെ പോകുമ്പോൾ കൊണ്ടാക്കി കൊടുക്കുന്നതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. പക്ഷെ ഗൾഫിൽ നിന്ന് ഇങ്ങനെ വരുമ്പോഴുണ്ടല്ലോ നമ്മളെല്ലാവരും കൂടെ വിളിക്കാൻ പോവുക, അത് ഭയങ്കര രസമാണ്. അപ്പോൾ ഇത്തവണ ഞാൻ എന്തായാലും പോകുന്നില്ല. തനു എന്തായാലും 2 മാസം കഴിഞ്ഞ് തിരിച്ചു വരുമല്ലോ ഇൻഷാ അല്ലാ. കുഴപ്പമൊന്നുമില്ലായിരിക്കട്ടെ. ഇപ്പോഴത്തെ ഗൾഫിലെ അവസ്ഥയൊക്കെ നമുക്ക് അറിയുന്നതാണ്. അറിയുന്നതിന് പുറമെ നമ്മളെ കുറേ പേരെ ഇങ്ങനെ പേടിപ്പിക്കാറുണ്ട്. ചിലർക്ക് അതൊരു ത്രില്ലാണ്. ഇവരുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഇവരുടെ വാപ്പ ഗൾഫിലാണല്ലോ. അപ്പോൾ ഇതൊന്നും അവരോട് ഡിസ്കസ് ചെയ്യരുതല്ലോ എന്ന് ചിന്തിച്ച് ബുദ്ധിപരമായിട്ട് നിൽക്കുന്ന ആളുകളുണ്ടാവും. പക്ഷെ ചിലർക്ക് എന്തോ നമ്മളിങ്ങനെ ശവത്തിൽ കുത്തുന്നത് ഒരു പ്രത്യേക താല്പര്യമാണ്. നമുക്കിതെല്ലാം അറിയാമെന്നുണ്ടെങ്കിലും വീണ്ടും ഇതിനെക്കുറിച്ചൊക്കെ പറയും. അവിടെ അങ്ങനെയാണല്ലോ, ഇവിടെ ഇങ്ങനെയാണല്ലോ, കുറേ പേരുടെ ജോലി പോകുന്നുണ്ടല്ലോ, കുറേ പേര് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ, കുറേ പേർക്ക് അപകടം പറ്റുന്നത്, ഇതൊക്കെ നമ്മളെ അറിയിക്കുന്നത് ചിലർക്കൊരു പ്രത്യേക രസമാണ്. ഇതൊന്നും നമുക്ക് അറിയാഞ്ഞിട്ടൊന്നല്ല, എല്ലാം തവക്കലത്തും അല്ലല്ലോ, അങ്ങനെ നിൽക്കുന്നതാണ്. കുഴപ്പമൊന്നും ഇല്ലായിരിക്കട്ടെ. നമുക്ക് വേണ്ടിയിട്ട് അവിടെ പോയിട്ട് കഷ്ടപ്പെടുന്നവരാണ് അവരൊക്കെ ഇന്ന് സേഫായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥന. എല്ലാവരും പ്രാർത്ഥന അവരുടെ കൂടെ ഉണ്ടാവട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഇനി ഗൾഫിൽ നിന്ന് വരുന്ന വീഡിയോ ആണ്, അത് ആരാണ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ കാണാം. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരാം. അതുവരെയ്ക്കും അസ്സലാമു അലൈക്കും, ബൈ.